ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ ഷാർജയിലെ ഹോസ്റ്റലിലൂടെ ഒരു ചെറിയ ടൂറിന് കൊണ്ടുപോകാം. ഇതാണ് ഞാൻ താമസിക്കുന്ന എക്സിക്യൂട്ടീവ് ലേഡീസ് ബെഡ് സ്പേസ്. ബെഡ് സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഹോസ്റ്റൽ തന്നെ, പക്ഷേ ഇവിടുത്തെ വേർഡ് ബെഡ് സ്പേസ് എന്നാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ കിച്ചൺ ആണ് കേട്ടോ. ഒന്നും വിചാരിക്കേണ്ട, ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ്. ഇവിടെ ഒരു ബെഡിന് 600 ദിർഹംസ് ആണ് റെൻറ്റ്, ഏകദേശം 15,000 ഇന്ത്യൻ റുപ്പി. നെട്ടണ്ട, ഇവിടെ അത് നോർമലാണ്. കുറഞ്ഞതൊക്കെ കിട്ടും, പക്ഷെ അവിടെ സൗകര്യങ്ങൾ കുറവായിരിക്കും, ഒരുപാട് ആളുകളുണ്ടാവും, പിന്നെ ഡബിൾ ടക്കർ കട്ടിലും ആയിരിക്കും, വൃത്തിയും കുറവായിരിക്കും. ഞാൻ അവിടെ ആയിരുന്നു കേട്ടോ മുമ്പ് ഒരു മാസം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് മാറിയതാണ്. ആദ്യം കിച്ചണിലേക്ക് വരാം. ഗ്യാസ്, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജൊക്കെ ഉൾപ്പെടുന്ന സൗകര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ. ഈ കിച്ചണിലെ വിൻഡോയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം, കാരണം ഇവിടെ സ്ഥിരമായി ചില അതിഥികളൊക്കെ വരാറുണ്ട്. കാണുന്നില്ലേ, പ്രാവുകൾ. ഞാൻ ഇടയ്ക്കിടെ അവർക്കായി കുറച്ച് അരിയും വെള്ളമൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ, കാരണം ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടും വെയിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാ ദിവസവും ഇവിടെ വന്ന് നോക്കി നിൽക്കാറൊക്കെ ഉണ്ട്, ഫുഡും കഴിക്കാറുണ്ട്. ഈവനിങ്ങിൽ ഇതൊക്കെ നോക്കിയിരിക്കുന്ന ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ മനസ്സിന്. ഷെയറിങ് അക്കോമഡേഷൻ ആയതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്നാണ് കേട്ടോ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നത്. പിന്നെ വൈഫൈ, ഗ്യാസ്, കറണ്ട്, വെള്ളം ഇതൊക്കെ ഈ റെൻറ്റിൽ തന്നെ ഇൻക്ലൂഡിങ് ആണ് കേട്ടോ. അതുകൊണ്ട് ബില്ലുകളെക്കുറിച്ച് പിന്നെ വേറെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി വിൻഡോയിലൂടെയുള്ള വ്യൂ ആണെങ്കിലോ, റൂമിലും കിച്ചണിലൊക്കെ നല്ല വ്യൂ കിട്ടും കേട്ടോ. നൈറ്റൊക്കെ ആണെങ്കിൽ പിന്നെ നല്ല ഭംഗിയായിരിക്കും, കാരണം ചുറ്റും വലിയ വലിയ ബിൽഡിങ്ങുകളാണല്ലോ. കിച്ചണിൽ നിന്ന് വരുമ്പോൾ തന്നെ അയൺ ബോക്സും അതിൻ്റെ സ്റ്റാൻഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് വിരിച്ചിടാനുള്ള സ്റ്റാൻഡുകളൊക്കെ ഇവിടെ പ്രത്യേകം തന്നെ ഉണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ വിരിച്ചിടാൻ വേണ്ടി ഇവിടെ വേറെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇങ്ങനെ സ്റ്റാൻഡൊക്കെ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇനി റൂം നോക്കാം. ബെഡുകളും സ്റ്റോറേജ് സ്പേസ് ഒക്കെ നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ഫ്ലാറ്റ് ആണ് കേട്ടോ. ഇവിടെ ഇതുപോലെ 3 റൂമുകളാണ് ഉള്ളത്. എല്ലാ റൂമിലും ഇതേപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടാണ് ഉള്ളത്. അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. എൻ്റെ റൂമിൽ ആളില്ലാത്തപ്പോഴാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ 2 വാഷ്റൂമും ഉണ്ട്. ഓരോരുത്തർക്കും പ്രത്യേക അലമാരയുണ്ട് കേട്ടോ ഇവിടെ. അതിൽ ലോക്ക് ചെയ്ത് നമ്മുടെ സാധനങ്ങൾ സേഫായിട്ട് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള അലമാര ആയതുകൊണ്ട് നമ്മുടെ ഡ്രസ്സും മറ്റ് സാധനങ്ങളൊക്കെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ചെറിയൊരു ലോകം. അതായത് വിൻഡോന് പുറത്തു കൂടെയുള്ള സിറ്റി വ്യൂ, പിന്നെ ദിവസവും വന്ന് വിശേഷം ചോദിക്കുന്ന നമ്മുടെ പ്രാവുകൾ, ഇടയ്ക്ക് കോറിഡോറിൽ പൂച്ചയൊക്കെ വരാറുണ്ട്. ഈ ഹോസ്റ്റൽ ടൂർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. UAE ലൈഫ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വിദേശത്ത് താമസിക്കുമ്പോൾ വലിയ സൗകര്യങ്ങളെക്കാൾ മനസ്സിന് സന്തോഷം തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും കേട്ടോ നമുക്കുണ്ടാവുക. എനിക്കത് ഈ പ്രാവുകളും ജനൽ കാഴ്ചകളൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇവിടെ പ്രിയപ്പെട്ടതായിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.